അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ സുപരിചിതമായ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കെദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. വേദപുസ്തകവുമായിട്ട് അല്പെങ്കിലും അടുപ്പമുള്ളവർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടുവാനിടയായിത്തീരും. അല്ലാത്തവർ കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ വചനധ്യാനം പോകുവാൻ പോകുന്നത്. ഇത് ധന്യനായ പൗലോസിലൂടെ വെളിപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതം പഠിക്കുമ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഇന്നാണ് യന്ത്രം പിടിപ്പിച്ച കപ്പൽ, അന്നൊക്കെ പായ്ക്കപ്പലാണ്. കാറ്റടിക്കുന്ന ദിശയിലേക്കാണ് കപ്പൽ പോകുന്നത്. പൗലോസിൻ്റെ ജീവിതം പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുന്ന ഒരു പായ്ക്കപ്പൽ പോലെയായിരുന്നു. സ്തോത്രം. എപ്പോഴും നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യൻ മരിക്കുന്നു. അവനെ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് അടക്കം ചെയ്തിട്ട് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. പക്ഷെ അവിടെ തുടങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നമ്മളെ സ്വാധീനീകരിക്കുന്ന 3 ശക്തികളുണ്ട്. 1 ജഡത്തിൻ്റെ ശക്തി, 2 പിശാചിൻ്റെ ശക്തി, 3 ദൈവത്തിൻ്റെ ശക്തി. പൗലോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പൗലോസിനെ നയിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയുക, നിങ്ങൾ ഓരോരുത്തരെയും നയിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ജഡത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സദൃശവാക്യത്തിൽ വാക്യമുണ്ട്, ഒരുവന് തൻ്റെ വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ ഒടുവോ മരണവഴിയായിരിക്കും. സ്തോത്രം. അപ്പം ജഡത്തിൽ ചിന്തിച്ചാൽ, ജഡപരമായ ശബ്ദത്തിലൂടെ പോയിക്കൊണ്ടിരുന്നാൽ അവൻ പരാജയത്തിലെത്തുമെന്നുള്ള ഉറപ്പാണ്. അവൻ്റെ യാത്രയിൽ പിശാചിൻ്റെ ശക്തിയിലൂടെ അവൻ യാത്ര ചെയ്യുന്നെങ്കിൽ അവനും പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവവൈതനെ എപ്പോഴും നിയന്ത്രിക്കേണ്ടത് ജഡവും പിശാചുമല്ല, ദൈവം നിയന്ത്രിക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്നതൊന്ന് കൈമെടുത്ത് പറ, നിങ്ങളെ ദൈവം നിയന്ത്രിക്കണമെന്ന് പറ. സ്തോത്രം. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുക, 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടവനാ പൗലോസ്. സ്തോത്രം. ശരീരത്തോടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ഒരു ദൈവവൈതൽ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തെ മുറ്റുമായി നയിക്കേണ്ടത് അവനിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവായിരിക്കണം. സ്തോത്രം. ഇന്നിവിടെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ ജഡമണ്ഡലം പൊട്ടണം, ഇന്ന് ആ പൈശാചിക മണ്ഡലം പൊട്ടണം. നിന്റെ ചിന്താമണ്ഡലം തൊട്ട് ആത്മാവ് നിയന്ത്രിച്ചു തുടങ്ങണം. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ പ്രസംഗം. ഈ പൗലോസ്, സ്തോത്രം, നമുക്ക് 16-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ ഇച്ചിരി മനസ്സിലാകും. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് വചനം പറയല്ലെന്ന് വിലക്കുവോ? ഇവിടെ ബൈബിളിൽ എഴുതിയേക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയാനാ കർത്താവ് പറഞ്ഞു. അപ്പൊ ചോദ്യം, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെന്നാ ബൈബിളിൽ. അതെന്നാ? ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഈ ദൈവം ഓരോന്ന് ചെയ്യാൻ ഓരോന്നിന് സമയം കണ്ടിട്ടുണ്ട്. സ്തോത്രം.
നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവം അവർ രക്ഷിക്കപ്പെടാനുള്ള ഒരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേ അവർക്ക് നീ പറയുന്ന വചനത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ ആസിയയിൽ ഇപ്പൊ പോകണ്ട, അവിടോട്ടല്ല നിന്നെ നയിക്കുന്നേ. നീ ചിന്തിക്കാത്ത മറ്റൊരിടത്തോട്ട് നിന്നെ ആത്മാവ് നയിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പം എൻ്റെ കുടുംബത്തിൽ പ്രായം ചെന്നൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഉപദേശിയ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു നീണ്ട വർഷങ്ങൾ അപ്പച്ചനും അപ്പച്ചൻ്റെ ഇളയ മോനും കൂടെ വന്നു. നീണ്ട വർഷങ്ങൾ ഈ വചനം പ്രസംഗിച്ചിട്ട് കിട്ടാത്ത കാര്യമാണോ നിനക്ക് ബോംബെയിലെങ്ങാണ്ട് പോയപ്പം കിട്ടിയെന്ന് പറയുന്നേ? അല്ലെ, ബോംബെ വെച്ചാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, അഭിഷേകം എന്ന് പറയുന്നത് എവിടാ ബൈബിളിൽ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പോസ്തലപ്രവൃത്തി മൊത്തം അഭിഷേക. ഞാനിവിടെ പറയാൻ പോകുന്ന ദൂത് ആസിയിൽ ഒരിക്കലും വചനം പറയലെന്നല്ല, ഇപ്പോൾ അതിൻ്റെ സമയമല്ല. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആസിക്ക് പോകുന്നത് എന്ത് ചെയ്തു? വിലക്കി. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് വിലക്കി. ആസിയെ പോയി ഇപ്പൊ പറയണ്ട. നിങ്ങൾ പല പ്രാവശ്യം കൺവെൻഷൻ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഓർക്കും, ഈ ഉപദേശം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഈ ദൈവപ്രവൃത്തി കണ്ട് രക്ഷിക്കപ്പെടുവെന്ന്. പണ്ട് സ്തോത്രം ധനവാനായ ഒരു മനുഷ്യന്റെ കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ മരിച്ച് നരകത്തിൽ ചെന്നപ്പം പുള്ളി മേപ്പോട്ട് നോക്കിയപ്പം തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കിടന്ന ലാസർ എന്ന് പറയുന്ന പുള്ളി അബ്രഹാമിൻ്റെ മടിയിലിരിക്കുക. സ്തോത്രം. അപ്പം താഴെ കിടക്കുന്ന ലാസർ ധനവാൻ പറയുന്നുണ്ട്, അബ്രഹാം പിതാവേ, അവൻ്റെ കൈയുടെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ അവനെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് വിടണേ. ഉടനെ അബ്രഹാം പിതാവ് പറയുക, സ്തോത്രം, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും സർവീസ് ഇല്ല. സ്തോത്രം. അവിടെ ചെന്നാൽ അവിടെ, ഇവിടെ വന്നാൽ ഇവിടെയോ, പിന്നെ മാറ്റമില്ല. നരകത്തിൽ ചെന്നിട്ട് രക്ഷിക്കപ്പെടാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടേ ചുമ്മാതാ, അന്ന് രക്ഷയില്ല. നല്ലൊരാമ്യം വരുന്നില്ല. ഉടനെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ആ പറയുന്ന കാര്യം ഇച്ചിരി ഗഹനമായ കാര്യമാണ്. ആമീൻ. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാന്ന് എൻ്റെ അടുക്ക വിട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ കാര്യം പോക്കാം, എന്നാൽ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്കെങ്കിലും ഒന്ന് വിടണം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, സ്തോത്രം, ആമീൻ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവര് പറയുന്നത് നിന്റെ സഹോദരങ്ങൾ വിശ്വസിച്ചാ മതി. ഇനി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അവര് വിശ്വസിക്കത്തില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. സ്തോത്രം. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ആസിയിലോട്ട് ഇപ്പൊ വചനം പറയണ്ടെന്ന് ആര് വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കി. ഇനി നമുക്ക് അതിന്റെ താഴത്തെ വാക്യത്തിലൂടെ നമുക്ക് വരാം. വാക്യം 7. മുസ്രയിൽ എത്തി മിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. മിഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഈ നാട്ടുകാരുടെ സമ്മതമൊക്കെ എടുത്ത് വല്ലതും ചെയ്യാൻ കൊതിക്കുന്നവരൊക്കെ ഈ വാക്യം 2 ആവർത്തി വായിക്കണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും സമ്മതമല്ലാത്തൊരു സമ്മതം ദൈവത്തിൽ നിന്ന് കിട്ടണം. വേണ്ട, മിണ്ടുന്നില്ല. ചിലരൊക്കെ നിനക്കെതിരെ പുലമ്പിയിട്ടും നീ മിണ്ടാതിരിക്കുന്നതിൻ്റെ രഹസ്യം മേളിൽ നിന്ന് ഒരുവന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നവനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുന്നവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് മനസ്സിലാക്കുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ
അപ്പം നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ആ ദൂതിലോട്ട് വരാം. നിങ്ങളുടെ മനസ്സിലോട്ടൊരു സന്ദേശം കർത്താവ് കൊണ്ടുവരാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം സ്തോത്രം, അവിടെ എഴുതിയ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്നിട്ട് മിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. സ്തോത്രം. അപ്പം ആസിയയിലും പോകണ്ട, മിഥുനയിലും പോകണ്ട, പിന്നെ അങ്ങോട്ട് പോകണം. അങ്ങനെ പൗലോസ് കിടന്നുറങ്ങുമ്പോൾ, ഇനി ആ ദൂതിലോട്ട് വരുന്നേ, രാത്രിയിൽ പൗലോസിന് ഒരു ദർശനം ഉണ്ടായി. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ദൈവമക്കൾക്ക് കൈമാറാനായിട്ടാണ് ദൈവവചനം, പ്രവചനം, സ്വപ്നം, വെളിപ്പാട്, ദർശനം ഇതെല്ലാം വെച്ചിരിക്കുന്നത്. എന്നോട് പറയാം, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി, ദൈവത്തിന് സ്തോത്രം, ആമേൻ, നടത്തി തരുവാനും നിന്നെ അറിയിക്കാനുമാണ് ദൈവം തൻ്റെ വചനം തന്നിരിക്കുന്നത്, പ്രവചനം തന്നിരിക്കുന്നത്, വെളിപ്പാട് തന്നിരിക്കുന്നത്, സ്വപ്നം തന്നിരിക്കുന്നത്, ദർശനം തന്നിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ ആമേൻ സ്തോത്രം പൗലോസിൽ ഉണ്ടായിരുന്നെന്ന് പറയാനല്ല, ഇത് നീയും പ്രാപിക്കണം. സ്തോത്രം. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ജീസസ് നിന്റെ അകത്ത പരിശുദ്ധാത്മാഭിഷേകം മാത്രമല്ല, ഭാവി പദ്ധതിയെക്കുറിച്ചുള്ള ദർശനം കൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇന്നിവിടെ ഇരിക്കുന്നവർ എഴുന്നേറ്റ് പോകാവൂ. ദർശനമുള്ള നിന്നെ തടയാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് എല്ലാ കൃപാവരങ്ങളും ഒരുപോലെ ജ്വലിക്കട്ടെ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കാത്ത ചിലര് ഇന്നത്തെ പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിക്കണം. ഓ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇതുവരെ നീ പ്രാപിക്കാത്ത മറ്റൊരാത്മതലം ഇവിടെ ഓപ്പണായി വരുക. നിന്റെ വീട് സാത്താന്റെ സാത്താന്യ ശക്തി അരങ്ങേറുന്ന സ്ഥലമല്ല. നിന്റെ വീട് കൃപാവരങ്ങളുടെ പകർച്ച. ഓക്കേ. അപ്പം നിങ്ങൾ നമുക്ക് ദൂതിലോട്ട് വരാം. സ്തോത്രം. ആസിയയ്ക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആസിയയിൽ ഇപ്പം വചനം പ്രസംഗിക്കണ്ട. സ്തോത്രം. മിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷെ ആത്മാവ് എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, ആത്മാവ് സമ്മതിച്ചില്ല. അങ്ങനെ രാത്രി ദൈവത്തിന് സ്തോത്രം പൗലോസ് ത്രോമാസിൽ ഉറങ്ങുകയാണ്. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുന്നത് ഉറക്കത്തിലാണ്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ഉറക്കത്തിൽ എന്തൊക്കെ കിട്ടും? സ്വപ്നം, ദർശനം, വെളിപ്പാട്. ഹലോ, ഇപ്പൊ ഇവിടെ നിന്ന് യോഗത്തിൽ നിന്ന് തൂങ്ങി വെച്ച് വെളിപ്പാട് കാണുവാന്നൊന്നും പറയരുത്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉറക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ദർശനം, സ്വപ്നം, വെളിപ്പാട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. രാത്രി ഉറങ്ങുമ്പം വീടിന് ചുറ്റും ചങ്ങല ശബ്ദമല്ല കേൾക്കേണ്ടത്, നീ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. രണ്ടിടത്ത് നിന്നെ തടഞ്ഞെങ്കിൽ മൂന്നാമതൊരിടത്തോട്ട് നിന്നെ വിടാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി നിനക്ക് കൈമാറാൻ ഒരു ദർശനം വേണം. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവസഭയുടെ ഏറ്റവും വലിയ പരാജയം എവിടെയാണെന്നറിയോ? ദൈവത്തിൽ നിന്നുള്ള ദർശനം എന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടോ അന്ന് സഭ പരാജയത്തിലായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം നിങ്ങൾ പഠിക്കണം. ബൈബിളിൻ്റെ സിസ്റ്റം അത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലേഖനം എഴുതിയ പൗലോസിൻ്റെ ചരിത്രത്തെ ഒന്ന് തൊടാം. പ്രസംഗിക്കുന്നില്ല, തൊടുക. പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം സന്ദർശിച്ചു. പൗലോസ് പോയ മൃഗത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് താഴെ വീണു. സ്തോത്രം. വീണപ്പോൾ അവന് എന്ത് സംഭവിച്ചു? അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ ആത്മീയ കാഴ്ചപ്പാടുണ്ട്. കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞവൻ്റെ ജഡീക കണ്ണ് ദൈവം സ്തോത്രം കുത്തിപ്പൊട്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ കുറേ വർഷം പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയെല്ലാം കൂടെ അവനൊരു 3-4 ദിവസം കൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു തീർത്തു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
ഇവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട ഇവൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്ത് ഇവനൊരു ശുശ്രൂഷ കൊണ്ടെന്ന് ഇവനെ അറിയിക്കണമെങ്കിൽ ആ ദേശത്ത് ദർശനമുള്ള ഒരു അനന്യാസ് വേണം. ഞാൻ പറയാം, പല ദൈവിക പദ്ധതികളും ദർശനമില്ല എന്ന ഏക കാരണത്താൽ പലതും പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. ഇതിനകത്തുനിന്ന് ചില ദർശകർ എഴുന്നേക്കണം, ഇതിനകത്ത് ചില പ്രവാചകന്മാർ എഴുന്നേക്കണം, ഇതിനകത്തുനിന്ന് ചില മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ബ്രദർ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആമോസ് പ്രവചിക്കുന്നുണ്ട്. പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ അവൻ ദേശത്തൊന്നും ചെയ്യത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറ. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നിനക്ക് ഉറക്കത്തിൽ ദൈവം ദർശനം തരട്ടെ. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക, കർത്താവേ എനിക്ക് ഇന്നൊരു ദർശനം. എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് തൊട്ട്, കർത്താവേ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കൊരു എന്നോട് ദൈവം പറയാം ഭാവികാല പദ്ധതികൾ. സ്തോത്രം. അനന്യാസിൻ്റെ അടുക്കൽ ദൈവം ചെന്നിട്ട് പറയുകയാണ്, അനന്യാസേ നീ ഇപ്പോൾ പോണം. സ്തോത്രം. അപ്പോസ്തലർ പറഞ്ഞു 9-ാം അധ്യായം ഒന്നെടുത്തേ. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഞാനൊന്ന് മനസ്സിലാക്കി തന്നേച്ച് ഞാൻ ആ ഭാഗത്തൊന്ന് പോരാ. 9-ാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. 10-ാമത്തെ വാക്യം, 9-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളിക്കുക. ഞാൻ ചോദിക്കുക, ദൈവം ശൗലെന്ന് പറയുന്ന ആളിന്റെ മേൽ പകുതി പ്രവൃത്തി ചെയ്ത് നിർത്തിയിരിക്കുക. അടുത്ത പകുതി ചെയ്യാൻ ഇനി ആരെ വേണം? ഒന്ന് പറഞ്ഞേ. പല വീടുകൾക്കകത്തും ദൈവം പകുതി പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. പകുതി ചെയ്യാൻ നിന്നെ വേണം. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ദേശമെല്ലാം പറഞ്ഞോട് നടക്കരുത്. നീ മുട്ടയിലിരുന്ന് ദർശനം പ്രാപിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ദൈവം തുടങ്ങി വെച്ച പലതും നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. ഞാൻ ആ ദൂതൊന്ന് മനസ്സിലാക്കി തരുമ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിക്കേ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ളൊരു ശിഷ്യൻ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ. ഞാൻ ചോദിക്കുക, അനന്യാസ് റവറന്റ് ആയിരുന്നോ? ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നോ? വളരെ മിണ്ടാത്തന്നെ ഒന്നുമില്ല. പക്ഷെ എന്തോ ഉണ്ടായിരുന്നു, ആ ദർശനം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. നീ ലോകം പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും നിനക്കില്ലെങ്കിലും നിനക്ക് ദർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. 10-ാമത്തെ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. ആര് പറയാ? കർത്താവ് പറയുക, അവന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നീ അവിടെ വരെ ചെന്നാ മതി, ബാക്കിയല്ല സെറ്റാ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അനന്യാസ് പറഞ്ഞു, ഞാൻ കേട്ടത് ഇവൻ പ്രയർ മുടക്കുന്നവനായിരുന്നു. ഇപ്പം ഞാൻ അവനെ പ്രാർത്ഥിക്കുന്നവനാക്കി. പക്ഷെ ഇനി അവനെ പുറത്തെടുക്കണമെങ്കിൽ നിന്നെ വേണം. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിന്റെ രക്ഷയ്ക്ക് നിന്നെ വേണം. നിന്റെ ദേശത്തിന്റെ വിടുതലിന് നിന്നെ വേണം. യേശുവിന്റെ നാമത്തിൽ ദർശനമുള്ള നിന്നോടാ ദൂത്. ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് ആ ദർശനം ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം ചുരുക്കി പറയാം. ദൈവത്തിന് സ്തോത്രം. 13 വായിച്ച 13-ാമത്തെ വാക്യം. കർത്താവെ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു, ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിനോട് പറയാ, കർത്താവെ, അവന് പത്രമുണ്ട്. ദൈവം പറഞ്ഞു, അത് ഇന്നലെ ഞാൻ കീറിയടാ. മിണ്ടുന്നില്ല. അവൻ കുറേ നാൾ കൊണ്ട് നാട്ടുകാരെ വിറപ്പിച്ച പത്രം ഉണ്ടല്ലോ, ഇന്നലെ നീ അറിഞ്ഞില്ല, ഞാൻ അങ്ങ് വലിച്ചു കീറി. ഇപ്പൊ അവന്റെ ദൈവത്തിന് സ്തോത്രം, പത്രം വായിക്കാൻ പറ്റാത്ത ഷേപ്പിലിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാ കർത്താവെ, അങ്ങക്ക് പൂർണ്ണമായിട്ട് അങ്ങ് വിടുവിച്ചു കൂടെ? അല്ല,
എനിക്കിനി ദർശനമുള്ളവനെ വേണം. ബൈബിൾ നിങ്ങൾ നോക്കണം, ദർശനമുള്ളവനെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. അവരിവരും പറയുന്നത് കേട്ട് നീ അവരോട് ചേർന്ന് പറയരുത്. കാരണം നീ ദർശനമുള്ളവനാ, നീ വെളിപ്പാടുള്ളവനാ. ഞാൻ ബൈബിളിലോട്ട് വരാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയാം, ബാക്കി ഞാൻ പറയുന്നില്ല. അനന്യാസ് അവൻ്റെ വീട്ടിൽ ചെന്നു. സ്തോത്രം. ശൗല് താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു, അവൻ്റെ തലയെ കൈവച്ചു. സ്തോത്രം. വാക്യം 17 വായിച്ചേരെ പെട്ടെന്ന്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ചു. പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ കൈവച്ചപ്പം ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ തന്റെ കണ്ണിനെ മൂടിയ രോഗശക്തി അഴിഞ്ഞു വീണു. അടുത്ത വാക്യം കൂടെ. ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സൗഖ്യമായി കഴിഞ്ഞ ഉടനെ ഓടി ബിരിയാണി കഴിച്ചെന്നല്ല, ആണോ? പിന്നെന്താ വായിരത് ഒന്നൂടെ. ഉടനെ അവന്റെ കണ്ണിൽ നിന്നു ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും. കാഴ്ച ലഭിച്ച ഉടനെ അടുത്ത പോയ എവിടാ? സ്നാനത്തിനാ. അത് കഴിഞ്ഞ ബിരിയാണി കടയിൽ പോയെ. മനസ്സിലായില്ല? പിടികിട്ടിയോ? അതെന്നോ തൊടിയിലാ ദൈവം തൊട്ടെ. എടാ, തമ്പുരാൻ പലതിനെ പകുതി തൊട്ടിട്ടേക്കുക. നിന്റെ ഉദാസീനത കുറവുകൊണ്ടാ, നിന്റെ വെളിപ്പാട് കുറവുകൊണ്ടാ ബാക്കി ചെയ്യാതിരിക്കുന്നേ. എന്നോട് ദൈവം ഇന്നലെ സംസാരിച്ചു, ജനത്തോട് പറ ദർശനം പ്രാപിക്കാൻ. പൗലോസ് പറയാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം, ദൈവത്തിൽ നിന്ന് പ്രാപീര്. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചിലർക്ക് ഇവിടെ സൗഖ്യമുണ്ട്. ദർശനം പ്രാപിക്കണം ദൈവത്തിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മീയ ഗോളത്തിന്റെ ഏറ്റവും വലിയ പരാജയം എവിടെന്നറിയോ? ദർശനം നഷ്ടപ്പെട്ടു പോയതാ. എന്താ? ദർശനം നഷ്ടപ്പെട്ടു. ഏലി പുരോഹിതന്റെ കാലത്തെക്കുറിച്ച് ശൗമേന്റെ 1-ാം പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ ഞാനിന്ന് കൊണ്ടുവരാൻ പോവാ. സ്തോത്രം. ഏലി പുരോഹിതന്റെ കാലത്ത് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെ ഇല്ലായിരുന്നു. ദർശനവും ഇല്ല, വചനവും ഇല്ല. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട്. കുരിശെടുത്തൻ യേശുവിനെ, അത് തന്നെയാ പാടുന്നത്. പക്ഷേ ദർശനവും ഇല്ല, വചനവും ഇല്ല. മനസ്സിലായില്ല? ദർശനവും ഇല്ല, വചനവും ഇല്ല. പാടുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഏലി കൂടെ കൂടെ വീഴുക. ഇനി അടുത്ത വീഴ്ചയ്ക്ക് പെടലിയൊടി മിണ്ടുന്നില്ല. പിള്ളേരാണ് കുരുത്തം കെട്ട പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 മേഖലയാ, വചനവും ദർശനവുമാണ്. ഈ 2 കാര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ആത്മീയ കോളത്തോട് ഞാൻ വിരൽ ചൂണ്ടി പറയാം, നീ ഏത് ഹൈടെക് യുഗത്തിലായാലും വചനം വിട്ടുള്ള നിന്റെ ലൈഫ് നിന്നെ 0-യിൽ കൊണ്ടുവരും. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെ ഇല്ലായിരുന്നു. ദർശനവും ഇല്ല, വചനവും ഇല്ല. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട്. കുരിശെടുത്തൻ യേശുവിനെ, അത് തന്നെയാ പാടുന്നത്. പക്ഷേ ദർശനവും ഇല്ല, വചനവും ഇല്ല. മനസ്സിലായില്ല? ദർശനവും ഇല്ല, വചനവും ഇല്ല. പാടുന്നുണ്ടോ? ഉണ്ട്.
പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഏലി കൂടെ കൂടെ വീഴുക. ഇനി അടുത്ത വീഴ്ചയ്ക്ക് പെടലിയൊടി മിണ്ടുന്നില്ല. പിള്ളേരാണ് കുരുത്തം കെട്ട പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് മേഖലയാ, വചനവും ദർശനവുമാണ്. ഈ രണ്ട് കാര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ആത്മീയ കോളത്തോട് ഞാൻ വിരൽ ചൂണ്ടി പറയാം, നീ ഏത് ഹൈടെക് യുഗത്തിലായാലും വചനം വിട്ടുള്ള നിന്റെ ലൈഫ് നിന്നെ സീറോയിൽ കൊണ്ടുവരും. ഉണ്ടെന്നില്ല. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, പണ്ട് ഫൈനാൻസിലൊക്കെ ഒത്തിരി പരാജയം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇല്ലേ? കടമൊക്കെ ഉണ്ടെങ്കിൽ മാറിയില്ലേ? പറ. പണ്ട് റെന്റിന് താമസിച്ച വീടാണോ? പണ്ട് ഓർക്കുന്നില്ലയോ? ഓല മേഞ്ഞ പെരക്കത്തൊക്കെ വാരിമുക്കം താഴോട്ട് വീഴുന്നേ ഓർമ്മയുണ്ടോ? പുല്ല് മേഞ്ഞ വീടൊക്കെ. ഇപ്പൊ അത് മാറി, ഓടായില്ലേ, വാർപ്പായില്ലേ, താഴെ മാർബിൾ ആയില്ലേ? മിണ്ടുന്നില്ലല്ലോ. ആയോ? വാടകയ്ക്ക് അന്നേലും ആയോ? പറ. ആയി. ഇപ്പോഴും ഒരു തുണിക്കടയിൽ കയറി ഒരു 5000 രൂപയുടെ തുണി വാങ്ങിക്കുമല്ലോ. നിലയൊക്കെ മാറിയില്ലേ? ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിങ്ങൾ ഏത് നിലയിലും ജീവിച്ചോ, പക്ഷേ വചനം കുറയരുത്, ദർശനം കുറയരുത്. അതെവിടെ കുറഞ്ഞോ അവിടെ പരാജയമാണ്. ഏലിയുടെ കുടുംബത്തിന്റെ പരാജയം അറിയോ? രണ്ട് കാര്യം അവർ പരാജയപ്പെട്ടു. ഒന്ന്, വചനമില്ല. എന്തോ ഇല്ല? പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ കോമഡി പറഞ്ഞു വിടരുത്. സ്തോത്രം. വീട്ടിലെ കുറ്റവും നാട്ടിലെ കുറ്റവും 50 ഉപദേശിമാരുടെ കുറ്റം പറഞ്ഞ് എല്ലാവരും കുളുകുള ചിരിപ്പിച്ചു പറഞ്ഞു വിട്ടാൽ അതിന്റെ പേര് കോമഡി യോഗം എന്ന സുവിശേഷ യോഗമല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇവിടെ വാക്യങ്ങൾ സ്ഫുടതയോടെ വായിച്ചു തരുന്നത് ഇത് വചന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ തീ ഇറങ്ങിയേ പറ്റൂ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഞാൻ ദൂതിലോട്ട് വരിക. ഇത് എവിടെ ഇരുന്ന് കേട്ടാലും നിന്റെ അകത്ത് ഈ വചനം, എൻ്റെ വചനം തീ പോലെയാ. അത് നിന്റെ അകത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. ഇവിടെ എഴുതിയിരിക്കുക, ഏലിയുടെ കാലത്ത് വചനം ഇല്ല, ദർശനം. കാരണം പുരോഹിതനെ സംബന്ധിച്ച് പുരോഹിതന് യാഗത്തിന് കൊണ്ടിരുന്നതിലെ കൈക്കുറങ്ങൻ കാൽക്കുറങ്ങുക. കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ വചനം എന്തിനാ? മിണ്ടുന്നില്ല. എന്റെ ബ്രദറെ, പോർച്ച് 3 വണ്ടിയാണ് കിടക്കുന്നേ. പിന്നെ ആരാ വെളിപ്പാട് തപ്പിപ്പോന്നെ? മിണ്ടുന്നില്ല. 10 ദിവസം കഴിയുമ്പോ പോർച്ചൊക്കെ കാലിയാവും. പക്ഷെ വചനത്തിൽ നിന്നാൽ ശൂന്യത ഒരു കാലത്തും നിന്റെ വീട്ടിലുണ്ടാകുകയില്ല. വെളിപ്പാടിൽ നിന്നാൽ ശൂന്യത ഒരു കാലത്തും നിന്റെ ജനറേഷൻ ഉണ്ടാകുകയില്ല. അപ്പൊ അതൊരു കാലം. ഞാൻ ചോദിക്കാം നിങ്ങളോട്, പണ്ടൊക്കെ ഇപ്പൊ എന്നോട് പിണങ്ങുവേ, നമ്മൾ പിള്ളേരെ വചനം കാണാതെ പഠിപ്പിക്കുമായിരുന്നു. വചനം കാണാതെ. ഒരു കൊച്ചാദ്യം അമ്മ അപ്പ വിളിച്ച ഉടനെ സ്തോത്രം. പിന്നെ ആദ്യം ആ കൊച്ചിനെ പഠിപ്പിക്കുന്നത് മ്യൂസിക് ഒന്നുമല്ല. എന്തുവാ? വചന. യഹോവ എൻ്റെ ഇപ്പൊ പിള്ളേർ അല്ലേ അല്ലേ? ഈയിടെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു എൻ്റെ അടുക്ക് വന്നു. പസങ്ങളെ കൊച്ചു പിള്ളേരുടെ നല്ല വർത്താനല്ലേ. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞു. കൊച്ചൊരു പാട്ട് പാടി എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അമ്മ കർട്ടന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവള് പിന്നെ സുന്ദരി എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങി. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞു, കുഞ്ഞെ കൈ ഉപ്പഞ്ഞു, നീ പാടണ്ട. അമ്മ പിന്നെയും പറയുക. അവൾ അയിനേന് ഓരോ പാട്ട്. ഞാൻ ചോദിച്ചൊരു വാക്യം പറയാവോ? അമ്മ ഇങ്ങനെ നോക്കുവോ? അമ്മ കൊച്ചിനെ പറയും. വാക്യം പഠിപ്പിക്കാതെ കണ്ണ് കാണിച്ചിട്ട് കാര്യമുണ്ടോ?
കൊച്ചു പിള്ളേരെയൊക്കെ കൈ കിട്ടിയാൽ എന്തോ ചെയ്യണം? വാക്യം പഠിപ്പിക്കണം. വലിയ പാടാ അത്. അമ്മ സീരിയലിന് മുമ്പിൽ നിന്ന് എഴുന്നേക്കത്തില്ല, പിന്നെ കൊച്ചു വാക്യം പഠിക്കുമോ? പിണങ്ങരുത്. പിന്നെ +2 കഴിഞ്ഞ് അവൻ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ പഠിക്കാൻ പോയാ വചനപ്രകാരം ജീവിച്ചില്ലേ? വചനോ ഏത് പിടികിട്ടിയോ? ഇവിടുത്തെ കുഴപ്പം മനസ്സിലായോ? സ്തോത്രം. നിന്റെ സഭയില് വചനം കുറയരുത്, ദർശനം കുറയരുത്, സ്വപ്നം കുറയരുത്. അപ്പൊ ഏലിയുടെ കാലം ദർശനം മങ്ങിയ കാലം, വചനമില്ലാത്ത കാലം. ആരാധന ഒരു ക്ലബല്ല ഇവിടെ. ഇവിടെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, ഇത് ദർശനമുള്ള സ്ഥലമാ, ഇത് വെളിപ്പാടുള്ള സ്ഥലമാ, ഇത് രഹസ്യം വിജയിക്കുന്ന സ്ഥലമാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാൻ ചെന്നപ്പം ഒരമ്മ അവരുടെ മോനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 2 ക്രച്ചസിന്റെ സഹായത്തോടാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. സ്പോർട്സില് ഓടി കുറെ ട്രോഫി വാങ്ങിച്ച ചെറുക്കനാ. ഒരു ദിവസം ഓടിപ്പോ വീണു, കാലിന്റെ ഇവിടം പൊട്ടി. പിന്നെ എന്ത് ചെയ്ത് ആ കാൽ ഉറയ്ക്കുന്നില്ല. സ്തോത്രം. ആ അമ്മ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനെ പ്രത്യേക ഒരു വീൽ ചെയറിലാണ് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുവന്നേ. ഇങ്ങോട്ട് വരുമ്പോൾ 2 ക്രച്ചസിന്റെ സഹായത്തോടാവും വന്നേക്കുന്നേ. എന്നിട്ട് എന്നോട് പറയാം, പാസ്റ്ററെ ഇവൻ ഒരിക്കലും കാലുകുത്തത്തിൽ നിന്ന് മെഡിക്കൽ സെർച്ച് പറഞ്ഞേക്കുന്നേ, പക്ഷേ ഞാൻ ദർശനം കണ്ടു, എൻ്റെ കുഞ്ഞ് ഇനിയും ട്രോഫി വാങ്ങിക്കുവന്നു. ഞാൻ പറഞ്ഞു, മെഡിക്കൽ സെൻസ് പറഞ്ഞ വാക്കിന് ഇവിടെ സ്ഥാനമില്ല, അമ്മ പ്രാപിച്ച ദർശനത്തിന് ആ സ്ഥാനം. സ്തോത്രം. സാഹചര്യങ്ങൾ എതിരെ വരുമ്പം നിനക്ക് ദൈവത്തിൽ നിന്നൊരു ദർശനം പ്രാപിക്കാവോ? എന്നോട് ദൈവത്തിന് നിന്നെക്കുറിച്ച് ചിലത് ദൈവത്തിന് കൈമാറാനുണ്ട്, നിന്റെ സന്തതിയെക്കുറിച്ച് ദൈവത്തിന് കൈമാറാനുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ വീണ്ടും ആ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ആ വീട്ടിലായിരുന്നു ഫുഡ്. ഞാൻ ചെന്നപ്പം ഡൈനിങ് ടേബിളിന്റെ നടുക്കൊരു വലിയ ട്രോഫി എടുത്ത് വെച്ചേക്കുക. ഇവനാ എന്നെ കാറെ കൊണ്ടുപോയേ, ഇവനാ കാർ ഓടിച്ചോണ്ട് പോയേ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? പൂർണ്ണ സൗഖ്യം. അവിടെ ചെന്നപ്പോൾ ട്രോഫി കാണിച്ചു പറഞ്ഞു, എൻ്റെ അമ്മ സ്വപ്നത്തിൽ കണ്ട ട്രോഫി 3 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ചു. അതേ ഓട്ട മത്സരത്തിൽ ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് നിന്നോട് പറയുക, ജീസസ്, ദർശനമുള്ളവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ വീടിനെ പറ്റി നിനക്ക് ദർശനം തരാൻ പോവുക, നിന്റെ ഭാവിയെ കുറിച്ച്. അപ്പം ഏലിയുടെ കാലത്ത് ദർശനം ഇല്ല, വചനം ഇല്ല. അനന്തര സംഭവം നോക്കിക്കോണേ. ഏലിയുടെ പിള്ളേര് ഹൈടെക് ലൈഫായിരുന്നു, പക്ഷെ പടയെ പട്ടുപോയി. ഇത് കേട്ട ഏലി പെടലി ഒടിഞ്ഞ് ചത്തു. കേട്ടോ? സ്തോത്രം. വചനവും ദർശനവും കുറഞ്ഞാൽ നിന്റെ വീട് പരാജയപ്പെടും, 100% പരാജയപ്പെടും. നീ നിൽക്കുന്നത് കഴിവിലല്ല, കൃപയില. നീ നിൽക്കുന്നത് ബുദ്ധിയിലല്ല, ആത്മാവിന്റെ ശക്തിയില. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ആത്മീകനായ ദൈവമക്കളോടാ പ്രസംഗിക്കുന്നേ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ യുക്തിയിലും ബുദ്ധിയിലുമല്ല, നീ നിൽക്കുന്നത് ശക്തിയില. ഇനി 2-ാമത്തെ കാലം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 19-20 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 19-20 വാക്യം. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്ത്? 37-19 അതാ സ്വപ്നക്കാരൻ വരുന്നു, അതാ സ്വപ്നക്കാരൻ വരുന്നു. വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക. നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളക. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം.
അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നു തമ്മിൽ തമ്മിൽ പറഞ്ഞു. സ്വപ്നത്തെ കുഴിച്ചു മൂടുന്ന കാലം. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. സ്വപ്നം പ്രാപിച്ചത് നീയാണെങ്കിൽ അതിനെ കുഴിച്ചു മൂടുന്നത് സ്വന്തം സഹോദരങ്ങളാണ്. പക്ഷെ നീ പേടിക്കരുത്, ആര് മൂടിയാലും നിന്റെ സ്വപ്നത്തിന്റെ മേൽ മണ്ണ് വീഴുകയല്ല. ഓ, തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന് ദൂതുണ്ട്. നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടാൻ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. ചില അസൂയാലുക്കൾ സഹോദരന്മാര് യോസഫിനെ കുഴിച്ചു മൂടാൻ പദ്ധതിയിടാൻ കാരണം എന്താ? പറ. അസൂയ. കാരണം അപ്പോസ്തലപ്രവൃത്തി എഴുതി ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമ്യർക്ക് വിറ്റുകളഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടാൻ ചില അസൂയക്കാർ എഴുന്നേക്കും. പക്ഷെ ദൈവം ഉറപ്പ് തരിക, ആര് കുഴി വെട്ടിയാലും നിന്റെ സ്വപ്നത്തിന്റെ മുകളിൽ ഒരു തരി മണ്ണ് വീഴുകയല്ല. ഗ്ലോറി ടു ഗോഡ്. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക. നോക്കേ, ഒരിക്കല് ഒരാന പൊട്ടക്കിണറ്റി വീണു. ഒരാന എവിടെ വീണു? പൊട്ടക്കിണറ്റ്. സ്തോത്രം. ആ ആന എല്ലാവർക്കും ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആനയാണ്. അതുകൊണ്ട് നാട്ടുകാർ തീരുമാനിച്ചു ഈ ആനയുടെ മണ്ടയിലോട്ട് കുറെ മണ്ണ് വെട്ടിയിടാം. അവർ കുറച്ച് ടിപ്പർ ലോറി ബുക്ക് ചെയ്തു. ആദ്യത്തെ ലോറി കൊണ്ടുവന്നു, കല്ലും മണ്ണ് വരെ കൊണ്ട് ഒരു ലോറി അങ്ങോട്ട് ഇട്ടു. സ്തോത്രം. അതങ്ങോട്ട് നിർത്തുമ്പോൾ അടുത്ത ലോറി മണ്ണിടും. പക്ഷെ ആന അതിനെക്കാട്ടി ബുദ്ധിയുള്ള ആനയാ. അതുകൊണ്ട് ആന എന്ത് ചെയ്യുന്നറിയോ? ഒരു ലോറി മണ്ണ് വീഴുമ്പോൾ ഇങ്ങനെ ഒന്ന് കുലുക്കും. കുലുക്കുമ്പോൾ മണ്ണ് മുഴുവൻ താഴെ ചെല്ലും. ആന ഒരിഞ്ചൂടെ പൊങ്ങും. ഇതുപോലാണ് ദർശനമുള്ള നിന്നെ കുഴിവെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിടാൻ നോക്കിയാൽ നീ പേടിക്കരുത്. ഒരു തരി മണ്ണ് നിന്റെ സ്വപ്നത്തിന്റെ വീട്. മനസ്സിലായവർ സ്തോത്രം ചെയ്തു തുടങ്ങണം. അവര് പറയുക, അവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം. ഒരുങ്ങിയിരുന്നോ കാണാം. ബൈബിൾ അറിയാവുന്നവർക്ക് ഇപ്പൊ ആമീൻ പറയൂ. നീ ഒരുങ്ങിയിരുന്നോ, അവന്റെ സ്വപ്നം എന്താണെന്ന് നീ കാണും. അവൻ പറഞ്ഞ പോലെ തന്നെ കാണും. ഗ്ലോറി ടു ഗോഡ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്നെ തകർക്കാൻ എഴുന്നേറ്റിട്ടും നിനക്ക് കുഴി വെട്ടിയിട്ടും നിന്നെ ഒതുക്കാൻ പറ്റാത്തതെന്നാ? അതിനേക്കാൾ വലിയ ദർശനമാ നീ പ്രാപിച്ച ദർശനം. അപ്പൊ ഓരോ ടിപ്പർ ലോറി മണ്ണുകൊണ്ട് ഇടുമ്പോഴും ആനയൊന്ന് കൊടയും. ഒരു 10-20 ലോറി മണ്ണ് വന്നപ്പം നാട്ടുകാർ നോക്കി ഒരു കാഴ്ചയുണ്ട്. ഒരു പാറ കിണറ്റിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുന്നു. അടുത്ത് എന്നപ്പോഴാ മനസ്സിലായ പാറയല്ല, ആനയാണ്. ലോറിക്കാരോട് പറഞ്ഞ് പണി നിർത്തിയാല് ഇനി ഒരു ടിപ്പറോട് ഇട്ടാൽ അവൻ വെളിവരും. സ്തോത്രം. ഇതുപോലെ വേണം. നിന്റെ സ്വപ്നത്തെ ചിലര് കുഴി വെട്ടിയാൽ നീ പറയണം, ആ കുഴിയുടെ എന്റെ സ്വപ്നത്തിന്റെ മുകളിൽ ഒരു തരി മണ്ണ് വീഴുകയില്ല. ദർശനമില്ലാത്ത കാലം, വചനമില്ലാത്ത കാലം. സ്തോത്രം. അടുത്ത കാലം കേട്ടോ, സ്വപ്നത്തെ കുഴിച്ചു മൂടുന്ന കാലം. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കണം. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിനു രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വീണ്ടും ഞാൻ പറയുന്നു, ദർശനങ്ങളും വെളിപ്പാടുകളും സ്വപ്നങ്ങളും കൂടുതലും രാത്രിയിലാണ് ലഭിക്കുന്നത്. ചിലർ പറയും ഇന്നലത്തെ രാത്രി കാളരാത്രിയായിരുന്നു, യോഗം കഴിഞ്ഞ് ചൊവ്വ പ്രാർത്ഥിപ്പിച്ചാൽ പോകാവൂ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവൻ പറയും ഇന്നലെ രാത്രി സ്വപ്നത്തിന്റെ രാത്രിയായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ വീടിനകം ദൈവം സ്വപ്നം കൊണ്ട് നിറയ്ക്കട്ടെ. ഞാനിതെന്താ പറയാൻ പോകുന്നതെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നം നിമിത്തം പുള്ളി 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഈ നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തു? ഒരു സ്വപ്നം കണ്ടു.
സ്വപ്നം കണ്ടിട്ട് രാജാവിന്റെ മനസ്സ് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വ്യാകുലപ്പെട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകരെയും വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. സ്വപ്നവും പറയണം. രാജാവ് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. കൊട്ടാരത്തിൽ കടന്ന് കണ്ട സ്വപ്നം. നമ്മൾ തന്നെ ചില സ്വപ്നം കണ്ട രാവിലെ ഓർക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊക്കെ എന്തോരം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുവായിരുന്നു കണ്ട്, താണ്ടൊരു നല്ല കാര്യമാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളവരൊന്ന് കൈ പൊക്കിക്കേ. മൊത്തം വരും അങ്ങനെ കൈ താത്തില്ല. അപ്പം ഞാൻ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒന്ന് പറയട്ടെ, ചൂട്ട് ഗഹനമായിട്ട് പറയാം. സ്തോത്രം. അപ്പം നമ്മൾ കണ്ട സ്വപ്നം നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ, ഈ സ്വപ്നവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഉപദേശി മന്ത്രവാദി വിചാരിച്ച ഇത് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്രയും നാൾ ഈ രാജാവ് ഓരോ സ്വപ്നം കാണും. രാജാവ് കൊണ്ട് ഞാനൊരു പ്ലാവ് കാണുന്നു. ഉടനെ മന്ത്രവാദി എന്ന് പറയും, രാജാവ് രാജാവിൻ്റെ സമൃദ്ധിയാണ്. സ്തോത്രം. വ്യാഖ്യാനം. പക്ഷെ ഇവിടെ അബദ്ധം പറ്റി. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. തെറ്റിയാൽ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തെറ്റിയാൽ അവൻ കള്ളപ്രവാചകനാന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും അല്ല. ഇവിടെ തെറ്റി അപ്പളെ കട്ടിഞ്ഞ പിടികിട്ടിയോ? അതുകൊണ്ട് ഈ മന്ത്രവാദികൾ പറഞ്ഞു, രാജാവേ, രാജാവ് ചോദിച്ച കാര്യം ജഡവാസമുള്ള ആർക്കും പറയാൻ പറ്റത്തില്ല. 10ാമത്തെ വാക്യം. കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുൻപിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അവര് തീർത്തു പറഞ്ഞു. ഇന്ന് വരെ അങ്ങയ്ക്ക് മുമ്പ് പല രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. അക്കാലത്തൊക്കെ ഞങ്ങൾ മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകന്മാരുമായിരുന്നു. അവരാരും ഇങ്ങനൊരു കാര്യം ചോദിച്ച് ഞങ്ങളെ കുഴപ്പിച്ചിട്ടില്ല. അങ്ങ് ചോദിച്ച കാര്യം ജഡവാസമുള്ള ആർക്കും പറയാൻ പറ്റുകയില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവിന് കോപം ഉണ്ടായി. അമ്മേ 12ാം വാക്യം. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രുധിച്ചു ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. ഇങ്ങോട്ട് നോക്കിയ കണ്ടവനെ പിടിച്ച് കശാപ്പ് ചെയ്യുക. അതിന് രാജാവിന് ഇപ്പൊ സ്വപ്നവും അറിയണം, വ്യാഖ്യാനവും അറിയണം. അപ്പൊ ഇവര് പറഞ്ഞു, സ്വപ്നം ഒന്ന് പറയാം. രാജാവ് പറഞ്ഞു, കൽപ്പിച്ചു പോയി. സ്തോത്രം. നമുക്ക് അതിന്റെ 5ാമത്തെ വാക്യം. രാജാവ് കൽദയരോട് ഉത്തരം പറഞ്ഞു അരുളി ചെയ്തത്. വിധി കൽപ്പിച്ചു പോയി. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. വിധി പറഞ്ഞു പോയി. സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. അന്നേരം ചുമ്മാ പ്ലാവ് മുളച്ചൊന്നും പറയാൻ പറ്റത്തില്ല. രാജാവ് കണ്ട സാധനം രാജാവിനറിയാം. എന്നിട്ട് പറയാ, ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ നിരത്തി അങ്ങോട്ട് കഷ്ണം കഷ്ടമായിട്ട് കട്ട് ചെയ്ത് നിന്റെ വീട് കുപ്പക്കുന്ന മൊത്തം എണ്ണം വിറച്ചു. അപ്പം ഭടന്മാര് ദാനിയേലിനെയും കൂട്ടരെയും തപ്പിച്ചെന്നു. മന്ത്രവാദികളെയൊക്കെ തീർത്ത് നിർത്തിയിരിക്കുക. തപ്പിച്ചെന്നപ്പം ദാനിയേൽ ചോദിച്ചു, ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ ഇത്ര കഠിന കൽപ്പന രാജസനിൽ നിന്ന് പുറപ്പെടുവാൻ എന്താ കാര്യം? രാജാവിന്റെ സേനാപതിയായ അരോക്യനോട് ചോദിച്ചു. അരോക്യൻ ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്തു ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്ന് ഞാൻ രാജാവിനോട് അർത്ഥം. ദാനിയേൽ മുഖം കാണിച്ചു, രാജാവേ സമയം തരണം, സ്വപ്നവും അർത്ഥവും ഞാൻ പറയാം. കണ്ടോ ദർശനമുള്ളവന്റെ ധൈര്യം കണ്ടോ? സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ കോടീശ്വരനായില്ലെങ്കിലും ഒരു ദർശനത്തിനുടമയാകണം. മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകനും കൽദയരും പറഞ്ഞു, ജഡവാസമുള്ള ആർക്കും ഇത് കഴിയത്തില്ല. ദാനിയേൽ പറയാ, സമയം താ. വായിച്ച മോളെ ആ വാക്യം. ജീസസ് വായിച്ചേ. ഹല്ലേലൂയ. തനിക്ക് സമയം തരണം എന്ന്
താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. കൊട്ടാരത്തിൽ ചെന്ന് പറയുക, എനിക്ക് സമയം താ, ഞാൻ അർത്ഥം ബോധിപ്പിക്കാം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടും കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മൾ അവരെ പോലെ നശിക്കാൻ പാടില്ല. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് അന്ന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേലിന് വെളിപ്പെട്ടു. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം. ദർശനമുള്ള നിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ഇത് മന്ത്രവാദത്തിന്റെ ശക്തിയല്ല, ഇത് ആഭിചാരത്തിന്റെ ശക്തിയല്ല, ഇത് പ്രയറിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടുന്നവരുടെ നടുവിൽ, നിന്റെ ദർശനത്തെ മങ്ങിക്കളയുന്നവരുടെ മുമ്പിൽ ദർശനവുമായി ഉയർന്നു നിൽക്കുവാൻ നിനക്ക് ദൈവം അഭിഷേകം തരട്ടെ. ഇതിനകത്തൊരു അഭിഷേകത്തിന്റെ തീ ആളിക്കത്തുക. എന്നോട് ദൈവാത്മാവ് പറയാ, ചിലരുടെ സ്വപ്നതലം തുറന്നു വരുന്നു, ദർശനതലം തുറന്നു വരുന്നു. ഇതിനകത്ത് ശക്തമായ അഭിഷേകം വരാൻ കൊതിച്ച പലരെയും വഴിയെ തടഞ്ഞു നിർത്തിയച്ച് നിന്നെ മാത്രം സെലക്ട് ചെയ്ത് ഇന്നിവിടെ കൊണ്ടുവന്നത് നിന്റെ കുടുംബത്തിൽ ദൈവം തുടങ്ങി വെച്ചതിന്റെ ബാക്കി ഇന്ന് ഫുൾഫിൽ ചെയ്യണം. ഞാൻ ഇതിനകത്ത് ഒരു ദൂത് തുറന്നു വിടാൻ പോവുക. ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്, ഒരു ദൂത് നിന്നൊക്കെ തുറന്നു വിടാൻ പോവുക. നിന്റെ സ്വപ്നതലം ദൈവം തുറക്കുന്നു. എത്ര പേര് അതിന് ആമീൻ പറയും? എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരിക. ദൈവത്തിന് സ്തോത്രം. അമ്മേ, എന്തോ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾ റെഡിയാണോ? ഇതുവരെ പ്രാപിച്ചതിനപ്പുറത്തൊരു കൃപ ഇന്ന് പ്രാപിക്കണം. എത്ര പേര് റെഡിയാണ്? കർത്താവേ, ഇതുവരെ ഞാൻ പ്രാപിച്ചതിനേക്കാൾ വലിയ അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രാപിക്കണം. നിന്നെ രാത്രിയുടെ യാമങ്ങൾ നിന്റെ ബെഡ്റൂം സ്വപ്നമുറിയായി മാറട്ടെ, ദൈവത്തിന്റെ സമ്മേളന മുറിയായി മാറട്ടെ. ഭാവി കാലത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്ത് ആളിക്കത്തുന്ന തീ പോലെ ഇന്ന് പകൽ കത്തി ജ്വലിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട, അതരം കൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്ക്. നിന്റെ വായിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ്, നിന്റെ കണ്ണുകൾക്കകത്ത് അഭിഷേകത്തിന്റെ നിറവ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ആരും ഉപദേശിക്കേണ്ടതില്ല. അഭിഷേകം തന്നെ സകലതും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കൃപകളും വരങ്ങളും വേണം? ഒന്ന് കൈപൊക്കി പിടിക്കാവോ? എനിക്ക് കൃപകളും, രണ്ട് കൈ പൊക്കി പിടിച്ചു, എനിക്ക് കൃപകളും. അമ്മി മുഴുവൻ പേരും അതിന് റെഡിയായി നിൽക്കുക. ഞാൻ ഇന്ന് അങ്ങനെ ഒരു കൂട്ടത്തോടാ ദൂത് പറയുന്നേ. ജീസസ്, നീ ബന്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരത്തിവിടെ നടുവിൽ നിന്റെ കൃപാവരം ജ്വലിക്കണം. നീ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരത്തിവരുടെ മുമ്പിൽ നിന്റെ കൃപാവരം. യെസ്, ഒരു ഭാഗത്ത് നിന്റെ ദർശനത്തെ കുഴിച്ചു മൂടുന്നവരുണ്ട്, ഒരു ഭാഗത്ത് നിന്റെ ദർശനത്തെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അഴിയാതെ കടന്ന പലതും ഇന്ന് അഴിയും. അമ്മി നോക്കിക്കോ, ഈ ദിവസങ്ങളിൽ നിന്റെ രക്തബന്ധങ്ങളിൽ ചിലത് യേശുവെ എന്ന് വിളിക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്റെ വീട് പ്രാർത്ഥനാ ഭവനമായി മാറുന്നു. ഇത് പകൽ ദർശനം പ്രാപീര്, ഇന്ന് പകൽ യെസ്